കൊൽക്കത്ത സ്പെഷ്യൽ ചിക്കൻ കാട്ടി റോളാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്, കൂടാതെ തന്നെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 300 ഗ്രാം ചിക്കനിലോട്ട് 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ ബ്ലാക്ക് സോൾട്ട്, 1/2 ടീസ്പൂണിനടുത്ത് ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 2 ടേബിൾ സ്പൂൺ നല്ല കട്ടിയുള്ള തൈര്. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ മസ്റ്റർഡിൻ്റെ ഓയിലും കൂടി ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മീതെ ഇതേപോലെ ഒരു ചെറിയ കിണ്ണം വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ല കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കനൽ വെച്ച് കൊടുക്കാം. അതിൻ്റെ മീതെ കുറച്ച് നെയ്യ് ഒഴിക്കാം. എന്നിട്ട് ആ പുക ഒട്ടും പുറത്തേക്ക് പോകാതെ പെട്ടെന്ന് തന്നെ നമുക്കത് അടച്ചു വയ്ക്കാം. ഒരു 2 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും ആ സ്മോക്കി ഫ്ലേവർ ആ ചിക്കനിലോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഓഹോ, പറയണ്ട, എന്താ സ്മെല്ലെന്നറിയാവോ. എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ കനലിലെടുത്ത് മാറ്റിയതിന് ശേഷം മൂടി വെച്ച് ഒരു 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് 1 കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു 1.5 ടീസ്പൂൺ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമ്മളുടെ പൊറോട്ടയ്ക്കുള്ള മാവ് കഴിക്കാനാണ് കേട്ടോ ഇത്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം കൂടിയും പോകരുത്, ടൈറ്റും ആകരുത്. ഒരു നോർമൽ രീതിയിലുള്ള മാവ് നമുക്ക് കുഴച്ചെടുക്കാം. നമ്മുടെ ചപ്പാത്തിയുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ മീതെ ഒരു 2-3 ഡ്രോപ്പ് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് തടവിയതിന് ശേഷം നമുക്കൊരു നനഞ്ഞ ടവൽ വെച്ചിട്ടൊന്ന് കുറച്ച് നേരം, ഒരു അരമണിക്കൂർ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം മൂടി വെച്ചിട്ട്. ഇനി നമുക്ക് അടുപ്പയിലോട്ട് നമുക്കൊരു തവ വെക്കാം. അതിലേക്ക് 2-3 ടീസ്പൂൺ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ തവയിലോട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ്റെ പീസുകൾ ഇതിലേക്ക് നിരത്തി വെച്ച് കൊടുക്കാം. എല്ലാ ചിക്കൻ്റെ പീസുകളും നമ്മൾ നിരത്തി വെച്ച് കഴിഞ്ഞു. ഒരു 4-5 മിനിറ്റിന് ശേഷം നമുക്കിതൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ 2-3 പ്രാവശ്യം നമ്മൾ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കണം. അപ്പം നന്നായിട്ടിത് വെന്ത് ആ ചിക്കൻ ടിക്ക നമ്മൾ തന്തൂറിലൊക്കെ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഇതേപോലെ നമ്മൾ കുക്ക് ചെയ്യുമ്പോഴും. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി വെച്ചിട്ട് നമുക്കൊന്ന് ഒരു 3 മിനിറ്റ് നേരത്തേക്കൊന്ന് മൂടി വയ്ക്കാം. നമ്മുടെ ചിക്കൻ പക്ക പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നമുക്കിത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ടൊരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്കൊരു 3 ടീസ്പൂൺ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു മീഡിയം സൈസ് സവോള സ്ലൈസായിട്ട് അരിഞ്ഞത് നമുക്കിട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 1/2 ടീസ്പൂണിനടുത്ത് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. സവോളയൊക്കെ ഒന്ന് ട്രാൻസ്പെറൻറ്റ് ആയതിന് ശേഷം ഒരു ക്യാപ്സിക്കം അതേപോലെ സ്ലൈസാക്കി അരിഞ്ഞേക്കുന്ന ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതും ഇട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1 ടീസ്പൂൺ നമുക്ക് ചില്ലി സോസ് ഇട്ട് കൊടുക്കാം. അതും ഇട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെ നമ്മുടെ കാട്ടി റോളിൻ്റെ മിക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം. നമ്മളുടെ മാവ് ഇത് കണ്ടിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. ഇത് ഒന്നുകൂടെ ഒന്ന് കുഴച്ചതിന് ശേഷം ഇതിന് 2ആയിട്ട് നമുക്കൊന്ന് പകുത്ത് മാറ്റാം. 2 പൊറോട്ടയ്ക്കുള്ള മാവാണ് ഈ ഇരിക്കുന്നത്. ഇതിങ്ങനെ ഉരുട്ടിയതിന് ശേഷം വീണ്ടും നമുക്ക് നനഞ്ഞ തുണി വെച്ച് തന്നെ മൂടി വയ്ക്കണം. എന്നിട്ട് അതിൻ്റെ അകത്ത് ഒരു ഉരുളയെടുത്ത് നമുക്ക് പൊടിയിൽ മുക്കി ഒന്ന് പരത്തിയെടുക്കാം. നന്നായിട്ട് കനം കുറച്ച് വലിപ്പത്തിൽ തന്നെ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മീതെ നമുക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കാം. നന്നായിട്ട് നെയ്യ് തടവിയതിന് ശേഷം ഇതേപോലെ സൈഡിലോട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ നമ്മൾ ചുരുട്ടി എടുക്കുക. അതിനുശേഷം ഇതെല്ലാം കൂടെ നേരെ പിടിച്ചിട്ട് ഒന്ന് താഴേക്ക് അമർത്തി പിന്നെ പൊടിയിൽ മുക്കിയിട്ട് വീണ്ടും നമ്മൾ പരത്തുക. അപ്പോൾ കുക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ പൊറോട്ട നല്ല ലെയറായിട്ടിരുന്നോളും. നന്നായിട്ട് പരത്തിയെടുക്കുക. അത്യാവശ്യം നല്ല വലിപ്പത്തിൽ നമ്മുടെ പൊറോട്ട നമ്മൾ പരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ചൂടായ തവയിലോട്ട് ഇട്ട് കൊടുക്കാം.
ഒരു കുറച്ചൊരു കുമ്പളകൾ വന്നു കഴിയുമ്പോൾ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ആ സൈഡിൽ ഫുൾ നമുക്ക് നെയ്യ് തേച്ച് കൊടുക്കാം. തിരിച്ചിട്ടിട്ട് വീണ്ടും ഇതേപോലെ ഞെക്കി ഇതുണ്ടല്ലേ, എന്നിട്ട് നമുക്ക് അതിൻ്റെ മീതയും കുറേശ്ശെ നമുക്ക് നെയ്യ് തേച്ച് കൊടുക്കാം. നന്നായിട്ട് തിരിച്ചു മറിച്ചു വിട്ട് നന്നായിട്ട് മൊരിയിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ കാട്ടി റോളിൻ്റെ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ മറ്റേ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് ഈ കലയിലോട്ട് കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം ഒരു മുട്ട, അതിൽ ഉപ്പും കുരുമുളക് പൊടിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ, അതൊന്ന് ഇതേപോലെ ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മീതെ നമ്മൾ ചുട്ടെടുത്ത ചപ്പാത്തി ഒരെണ്ണം അതിൻ്റെ മീതെ വെച്ച് കൊടുക്കുക. ഇതേപോലെ നന്നായിട്ടൊന്ന് അമർത്തുക. എന്നിട്ട് തിരിച്ച് മറിച്ച് വിട്ട് പെട്ടെന്ന് തന്നെ അത് കുക്കായി വരും നമ്മുടെ മുട്ടയൊക്കെ. എന്നിട്ടിത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഈ ചപ്പാത്തിയുടെ സൈഡിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഫില്ലിംഗ് ഇട്ട് കൊടുക്കാം. നമുക്ക് എത്രയാണോ ഇഷ്ടം അത്രയും ആവശ്യത്തിന് നമ്മൾ ഫില്ലിംഗ് നന്നായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് സവാള ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മീതെ കുറേശ്ശെ ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നിങ്ങൾക്ക് എരിവ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ മീതെ കുറച്ച് ചില്ലി സോസും കൂടെ ചേർക്കാവുന്നതാണ്. എന്നിട്ട് ഇതേപോലെ നല്ല ടൈറ്റായിട്ട് നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഈ റോൾ ചെയ്തെടുത്ത ചപ്പാത്തി നമുക്ക് ഒരു ബട്ടർ പേപ്പറിലോട്ട് ഇതേപോലെ ഒന്ന് പൊതിഞ്ഞും കൂടെ എടുക്കാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. അങ്ങനെ നമ്മുടെ കൊൽക്കത്ത സ്പെഷ്യൽ ചിക്കൻ കാത്തി റോൾ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇന്ന് തന്നെ ട്രൈ ചെയ്യണം.